തേയ്മാനം സംഭവിച്ചാൽ എപ്പോഴാണ് ഇടുപ്പെല്ലാം മാറ്റി വെക്കേണ്ടത്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ സംസാരിക്കുന്നത്. കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ട്രോമ ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ വിനയ് ജെയ്സൺ ചാക്കോ സംസാരിക്കുന്നു. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എപ്പോഴാണ് ഐഡിയൽ ടൈം നീ റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഹിപ്പ് റീപ്ലേസ്മെന്റ്, തേയ്മാനം വന്ന ജോയിന്റ് റീപ്ലേസ് ചെയ്യാൻ എപ്പോഴാണ് ഏറ്റവും ഐഡിയൽ ടൈം? അത് ഒരുപാട് നേരത്തെ ചെയ്യണോ അതോ കംപ്ലീറ്റ്ലി തേഞ്ഞു പോയിട്ട് ചെയ്യണമെന്നാണ്. ഇപ്പം വരുന്ന ജോയിന്റ്സ് എല്ലാം കുറേ നാള് 25-30 ഇയേഴ്സ് പ്ലസ് ലാസ്റ്റ് ചെയ്യും. അപ്പം നേരത്തെ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല, അത് നമ്മുടെ സിംറ്റംസ് വെച്ചാണ് നമ്മൾ അത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ഒരു 60 വയസ്സുള്ള ഒരാൾക്ക് കാര്യമായിട്ടുള്ള മുട്ടുവേദനയും കാര്യമായിട്ട് തേഞ്ഞു പോയി ഇരിക്കുന്ന മുട്ടാണ്. ഈ വേദന കാരണം ആൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ഓർ ഷീ ഹിപ്പ് അല്ലെങ്കിൽ നീ റീപ്ലേസ്മെന്റ് കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പം പെയിൻ ആൻഡ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് പ്രായമാണെങ്കിലും ഐ തിങ്ക് ഹിപ്പ് ഓർ നീ റീപ്ലേസ്മെന്റ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. ഏത് പ്രായമായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ 25-30 വയസ്സിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മേ ബി ആഫ്റ്റർ ദാറ്റ്. ബട്ട് ഈവൻ ദെൻ വളരെ ചെറുപ്പം, അതായത് ചെറുപ്പത്തിൽ ജനിക്കുമ്പോൾ വരുന്ന അബ്നോർമാലിറ്റീസ് കാരണം വളരെ ഏർലി 20-25-30 വയസ്സിലൊക്കെ ഹിപ്പ് മാറ്റി വെക്കേണ്ട അവസ്ഥ വരാറുണ്ട്. ഇങ്ങനത്തെ ആൾക്കാർക്ക് അവരുടെ ലൈഫ് ടൈമിൽ ഒരു റീപ്ലേസ്മെന്റും കൂടെ ചിലപ്പം വേണ്ടി വരും. പക്ഷേ ആ ചെറിയ പ്രായമാണ്, വേറെ ഓപ്ഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല എന്ന് വെച്ച് നമ്മൾ വേദനയും സഹിച്ച് ക്വാളിറ്റി ഓഫ് ലൈഫും കോംപ്രമൈസ് ചെയ്ത് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. സർജറി ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന്റെ ഏറ്റവും ബെസ്റ്റ് ജഡ്ജ് നിങ്ങളുടെ ഓർത്തോപെഡിക് സർജൻ തന്നെയായിരിക്കും. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ.